ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ ഇടതുമുന്നണിക്കുള്ളിൽ കടുത്ത അമർഷം. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ CPI നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചത്. പാർട്ടി യോഗം കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു CPI മന്ത്രിമാർ പറഞ്ഞത്. MR അജിത് കുമാറിനെ മാറ്റണമെന്ന് ഇടതുമുന്നണിയിൽ ബിനോയ് വിശ്വം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെൻറ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരും കാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെൻറ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് RJD. മുഖ്യമന്ത്രിയുടെ തീരുമാനം നിരാശപ്പെടുത്തിയെന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് തുറന്നടിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് ADGPയുടെ ഈ പ്രവർത്തനം. ചെറിയ ആളുകളെയൊന്നും അല്ല പോയി കണ്ടത്, RSSൻ്റെ ദേശീയ നേതാക്കളെ കണ്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു. RSSും പിന്നീട് സമ്മതിക്കുകയുണ്ടായി. ഈ ADGPയെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ഇച്ഛാശക്തിയോടുകൂടി ആ തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരാത്തതിൽ നിരാശയുണ്ട്. MT പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കർക്കശമായ നിലപാട് സ്വീകരിച്ച രണ്ട് പാർട്ടികളാണ് RJDയും CPIയും. ഇന്നലെ CPIയുടെ ഭാഗത്തു നിന്ന് കൂടിക്കാഴ്ചകൾ, മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ബിനോയ് വിശ്വം നടത്തുന്നത്, അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കൂടിക്കാഴ്ചയിലും ഇങ്ങനൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണ് വാർത്ത പുറത്തു വന്നതും. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് താൻ പറയുന്നതാണ് ശരി, അതാണ് ശരിയായ നിലപാട് എന്ന് പറയുമ്പോൾ ഈ ശരി ബോധ്യപ്പെടുത്താൻ CPIക്കും RJDക്കും കഴിഞ്ഞിട്ടില്ല, അവരെ ബോധ്യപ്പെടുത്താൻ എന്നുള്ളതാണല്ലോ അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇനി ഇവരുടെ തുടർ നടപടികൾ, നിലപാടുകളൊക്കെ എങ്ങനെയാകും? അനുജ, കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് CPIയും RJDയും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. നേരിട്ടും അല്ലാതെയും ഇക്കാര്യം പാർട്ടി നിലപാടായി തന്നെ അറിയിച്ചതുമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി ഈ ആവശ്യം ഒന്നുകൂടി ഉറപ്പിച്ചതുമാണ്. പക്ഷേ അതിന് പിന്നാലെയും മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതും കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ നിലപാട് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിക്കുന്നു. ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ മാത്രം നടപടി എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി വീണ്ടും എത്തുകയും ചെയ്യുമ്പോൾ ഈ ഇടതുമുന്നണി ഘടകകക്ഷികളായ CPIയെയും RJDയെയും അത് വലിയ അതൃപ്തി ഇടയാക്കുന്നുണ്ട്. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് ഇക്കാര്യത്തിൽ കടുത്ത ഭാഷയിലാണ് ഇന്ന് വിമർശനവുമായി എത്തിയത്. ഈ RSS സമീപനങ്ങളോട് CPI യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതാണോ RSSനോടുള്ള CPIഎമ്മിൻ്റെ സമീപനം എന്നതാണ് വർഗീസ് ജോർജ് ഇന്ന് ചോദിച്ച കാര്യം. ഇതിൽ അന്വേഷണമല്ല, നടപടിയാണ് വേണ്ടതെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച CPI ഇന്ന് പരസ്യ പ്രസ്താവനകൾക്ക് അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് നിർണായകമായ CPI നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. CPI മന്ത്രിമാർ ആരും തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല. ഇതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്ന് പറഞ്ഞ് മന്ത്രിമാർ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. പാർട്ടി സെക്രട്ടറിയോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുമ്പോൾ തനിക്ക് പ്രതികരിക്കാനില്ല എന്നുള്ളൊരു നിലപാട് മാത്രമാണ് ബിനോയ് വിശ്വം ഇന്ന് സ്വീകരിച്ചത്. എന്തായാലും ADGP MR അജിത് കുമാർ തൽസ്ഥാനത്ത് തുടരുന്നതിൽ CPIക്കും RJDക്കും വലിയ അതൃപ്തിയാണ് ഉള്ളത്. പ്രത്യേകിച്ച് RSSുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ കൂടിക്കാഴ്ചക്കെതിരെ വലിയ വിമർശനം CPIഎമ്മും RJDയും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഘടകകക്ഷി
നേതാക്കൾ ഇക്കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ടും അല്ലാതെയും അറിയിച്ചിട്ട് പോലും ഒരു അനുകൂല സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ CPM-ന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിയമസഭാ സമ്മേളനം നടക്കാൻ നാളെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രതിപക്ഷമടക്കം വലിയ ആക്ഷേപമായി ഉയർത്തിക്കാട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് മുന്നണിക്കാകെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയമാണ് എന്നതാണ് ഘടകകക്ഷി നേതാക്കളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിൽ യാതൊരു തരത്തിലും CPI-ക്കും RJD-ക്കും തൃപ്തിയില്ല. പക്ഷേ ബിനോയ് വിശ്വം ഇന്ന് അത് പരസ്യമായ ഒരു പ്രതികരണം നൽകാൻ തയ്യാറായില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ചേരുന്ന ഈ നേതൃയോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം പാർട്ടി നിലപാട് കൃത്യമായി അറിയിക്കുമെന്നതാണ് CPI പറയുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ RSS കൂടിക്കാഴ്ചയിൽ DGP-യെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന ദിവസവും ഇന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണം ഇനി ശരി, ADGP-യെ മാറ്റുന്നില്ല എന്നുള്ളത് തൽക്കാലത്തേക്ക് ആ തരത്തിലേക്ക് തന്നെയാണ് തീരുമാനം എന്നുള്ളത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ നിലപാടിനെതിരെ RJD വീണ്ടും രംഗത്ത് വരുന്നു. CPI ആകട്ടെ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു.